അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി രാത്രി നട്ടപ്പാതിരയ്ക്ക് കുതിരപ്പുറത്ത് കയറാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കുതിരയാണ് കേട്ടോ. മാമനാണ് നോക്കുന്നത്, മാമൻ വളർത്തുന്നതാണ്. നാളെ രാവിലെ പകല് കയറിയ പോലെ ചോദിച്ചപ്പോൾ ഇപ്പം കയറ്റാനേ പറ്റുള്ളൂ, നാളെ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയതാണ്. ഈ കാട് പിടിച്ച വഴി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഷൊർണൂർ ഞങ്ങളുടെ തറവാട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള വഴിയാണ്. രാത്രി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസ്ഥ. ഇവരൊക്കെ കണ്ണൂരിൽ നിന്ന് വന്നാണ് എൻ്റെ വീട്ടിലേക്ക് ചിന്നുവിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. കുതിര നമ്മളെയും കൊണ്ട് എങ്ങോട്ടൊക്കെ ഓടിപ്പോയാൽ തന്നെ നമ്മളെ പിന്നെ കിട്ടൂലല്ലേ ഇരുട്ടത്ത്. പകല് പാടത്ത് കെട്ടിയിട്ടതാണ് കുതിരേനെ. ജിത്തോട്ടാ കാല് തെറിച്ചു പോണ്ട മേലേക്ക്. കുതിര കൊടുത്തു. ഇവിടെ പാമ്പുണ്ടാവുക? ഇവിടെ അല്ല, ഞാൻ ആ വഴിക്കാ പറഞ്ഞേ. ഇവിടെ അങ്ങനെ പാമ്പ് കുറവായിരിക്കും, ഉണ്ടൊക്കെ തന്നെ പൊത്തിന്റെ ഉള്ളിലായിരിക്കും. കുതിരേനെ തെരയാൻ വിളിച്ചതാണോന്നാ ചോദിക്കണേ. തിരിച്ചു വരും, അങ്ങനെ തന്നെയാ കുതിര. കണ്ണാണി ഇതെന്നാ ഋത്ത് ഇങ്ങോട്ടേക്കട്ടെ, പേടിക്കില്ല ആരെങ്കിലും കാണുമ്പോ. നമ്മള് പാമ്പിന് അല്ല, നമ്മള് പാമ്പിനെല്ലാം താണ്ടി താണ്ടി ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോ കുതിര ഒളിച്ചോടി. പറ്റിച്ച് നോക്കിട്ട് ഇതോട് പ്രൊട്ടക്ഷൻ തരുന്ന ആള്. ഇന്ന് വൈകുന്നേരം ഇവിടെ കൊണ്ടുവന്ന് കിട്ടിയതാ. നമ്മളാടുന്ന് ഇവ കുതിരേന്റെ ഒപ്പം ഫോട്ടോസ് എല്ലാം എടുത്തിയ. കുതിരക്ക് വഴി കാണിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ പോകും സ്ഥലം എവിടെയാണ് കണ്ടു പറയുക. കണ്ട് കാണും. നിങ്ങൾ പോകും സ്ഥലം എവിടെയാണ് കണ്ടു പറയുക. മാപ്പ്. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നൽകാം ഞാൻ. ബാക്ക് പാക്ക് ബാക്ക് പാക്ക് ഞാനാണത്. അവിടെ എത്തി രവിമാമ. അതാരാ ആ ടോർച്ചടിച്ച് പോകുന്ന ജിത്തോണ്ണ? ഓ ഇവിടെ ഉണ്ടോ? അടുത്ത ജില്ലയിലെത്തി. നോക്കണേ, പാമ്പിന്റെ വയലൊന്നും ഇരിക്കല്ലേ. നോക്ക് പാറ്റ, നോക്ക് ജിത്തോട്ടാ. ഈ വെളിച്ചത്തില് കണ്ട എത്ര പാറ്റയാ പറക്കുന്ന. നോക്ക്, ദാ കണ്ടാ, ഇത് ഫുൾ പാറ്റയാ. നെല്ലിലുണ്ടാവുന്ന പാറ്റ. പാറ്റയാണോ കൊടിയാണോ? പാറ്റ പാറ്റ നെൽപ്പാറ്റ. പോയി കഴിഞ്ഞാൽ ഇത്ര വെളിച്ചം ഉണ്ടാവില്ല. അത് ഇപ്പൊ തന്നെ പോയാലും കുതിരപ്പുറത്ത് കയറാൻ പറ്റും. കുതിരപ്പുറത്ത് കയറാൻ വിടൂല. അത് അല്ല, രാവിലെ ഇത്ര വെളിച്ചമില്ലെന്ന് ഉദ്ദേശിച്ച്. കുതിരയൊന്നുമില്ല. നോക്ക് നോക്ക്, കുതിരയുണ്ട്. ഞാൻ കാണുന്നില്ല. വെള്ള കളർ അടിക്കുന്നു.
അയ്യോ അത് വരില്ലേ അത് കുറച്ച് കഴിഞ്ഞാല് ആ രാവിലെ ആകുമ്പോ വരും അത് ഇനി അങ്ങ് വീട്ടിലോട്ട് പോയിട്ടുണ്ടാവാ പോവാ ചിന്നു വാ ജിത്തോട്ടാ അവര് വീട്ടില് എല്ലാരോടും പറയാം നമ്മള് കുതിരേന്റെ പുറത്ത് കയറി കുതിര നമ്മളിവിടെ കൊണ്ടാക്കി പറയാം നമുക്ക് കേട്ടാ അത്ര വേണ്ട. കുതിരേനെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടി കേട്ടോ. അത് ഏതോ ഒരാൾ ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ കുതിര ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ 4 കിലോമീറ്റർ എങ്ങാനും അത് ദൂരത്തെ, ഞങ്ങളെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്നു പിറ്റേ ദിവസം ചിന്നുവിൻ്റെ പെണ്ണുകാടൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം എല്ലാവരും കുതിരയുടെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം.